നല്ല സിനിമയായിരുന്നു. ആക്ടിങ് വൈസ് എല്ലാവരും അടിപൊളി പെർഫോമൻസ് ചെയ്തായിരുന്നു. എസ്പെഷ്യലി ടോവിനോ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആക്ടിങ്. ഞാൻ ടോവിനോയുടെ ആക്ടിങ് ഫാൻ അല്ലായിരുന്നു, പക്ഷെ ഈ സിനിമയിൽ ടോവിനോയുടെ ആക്ടിങ് ഭയങ്കര അടിപൊളിയാണ്. പെർഫോമൻസ് ആയിരുന്നു ഇതിൻ്റെ അത് മെയിൻ സംഭവം. സ്റ്റോറി ലൈൻ നോർമൽ ഒരു സിനിമ ഇതാണെന്നുണ്ടെങ്കിലും എല്ലാവരും കൊടുത്തേക്കണ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. സൗബിൻ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി പടം കുറച്ചും കൂടി അടിപൊളിയായി. അത് നമുക്ക് ലാഗ് എന്ന് പറഞ്ഞ സാധനമില്ല ഇതിൻ്റെ അകത്ത്. അതാ പറഞ്ഞത്, സ്റ്റോറി ലൈൻ ഒരു നോർമൽ സ്റ്റോറി ലൈൻ ആണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് വൈസ് എല്ലാവരുടെയും ബ്രില്യൻ പെർഫോമൻസ്. ഡയറക്ഷൻ എല്ലാം കൊണ്ടും ആക്ച്വലി കോസ്റ്റ്യൂംസ്, അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ട് തോന്നിയത് കോസ്റ്റ്യൂംസ് ആണ് അതിനകത്ത്. എല്ലാവരുടെയും ഭയങ്കര അടിപൊളിയായിരുന്നു. ഗംഭീരം, ഒന്നും പറയല്ല. ടോവിനോയുടെ കൺബാക്ക് അൺഎക്സ്പെക്ടഡ് പടം വെച്ചാൽ നമ്മള് ഇത്ര ഞാൻ പ്രതീക്ഷയില്ല പടം. ഇത്ര ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, സെക്കൻഡ് ഹാഫ് കിട്ടില്ല. ടോവിനോയും ഷോബിനൊക്കെ കോമ്പിനേഷൻ പൊളി, ഒരു രക്ഷയില്ല. കോമഡി എന്നല്ല, യൂത്തിന് കിടക്കാച്ച സാധനം, ഒന്നും പറയല്ലോ, ഒന്നും വേറെ ലെവലായിട്ടോ. പടം കണ്ടേ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. യൂത്തിന് എൻജോയ് ചെയ്യാം വെച്ചാൽ അത് അമ്മാതിരി ഒരു ഓളപ്പടം വെച്ചാൽ തല്ലുമല വൈബല്ല എന്ന് വെച്ചാൽ പടം ഇഷ്ടപ്പെടും. സിനിമ തന്നെ എന്തായാലും ഗംഭീര സാധനം, ഗംഭീര സാധനം. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷനെക്കാട്ടും നല്ല വെറൈറ്റി ഒരു പടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോമഡി ഒക്കെ ഉണ്ട്. ഇനിഷ്യൽ ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി ഉണ്ട്, സെക്കൻഡ് ഹാഫ് ഒരു ഫീൽ ഗുഡ് ആയിട്ട് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. അടിപൊളി പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു ജീൻ പോൾലാൻഡ് ഒരു പ്രത്യേകതരം ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് പഠിച്ച ഹനീബിയൊക്കെ ഒരു വേറെ ടൈപ്പ് പടമാണെങ്കിലും ഇത് സിനിമയ്ക്കുള്ളൊരു സിനിമയുടെ കഥ പറയുന്ന സിനിമ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. വലിയ ഹിറ്റാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിക്കിഷ്ടപ്പെട്ടു വളരെ. നൈസ് പടം കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇരുന്ന് പോകും. ഇൻട്രോയിൽ വരെ പോയത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അത്രയും നൈസ് സിനിമ. എന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട സൗബിൻ്റെ അഭിനയം എടുത്തു പറയാനുണ്ട്. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനിങ് അടിപൊളി. എന്ന് വെച്ചാൽ നമുക്കൊരു കളർഫുൾ പടം. ടോവിനെ തകർത്തു, ഒന്നും പറയാനുണ്ട്. സൂപ്പർ പടം. ഡയറക്ഷൻ അടിപൊളി, ഒരു കൈയടക്കമുള്ള ഡയറക്ഷൻ. നല്ല ദിവസം കണ്ടോണ്ടിരിക്കാൻ ഒരു എൻ്റർടൈൻ മൂവി കേട്ടോ. നല്ല സിനിമ. അടുത്തൊരു ഹിറ്റ് ഷുവറാണ്. ഈ വർഷത്തെ അടുത്ത ഹിറ്റ് അത് ഉറപ്പിച്ചു. ഓക്കെ, നല്ല മൂവിയാണ്. അടിപൊളിയാണ്, എല്ലാവരും അടിപൊളിയായിട്ട്. പടം കിടിലൻ പടമാണ്. അതായത് സെക്കൻഡ് ഹാഫ് കുറച്ച് ലെങ്ത് ഉണ്ട്. അതായത് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പറന്നാ പോണം. ഫസ്റ്റ് ഹാഫ് പോണതേ അറിയില്ല, കാരണം നമ്മ ഇത്ര പെട്ടെന്ന് ഇന്റർവെല്ലായെന്ന് ചിന്തിക്കും. ഇത്ര ഫാസ്റ്റ് പേസിലാണ് പോയത്. അത് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ഇത്തിരി ലെങ്ത് ആണെങ്കിലും കണ്ടിരിക്കാൻ നല്ല രസമാണ്. ടോവിനോ കിടിലനായിട്ടുണ്ട്. ടോവിനോന്റെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അതായത് പുള്ളിയുടെ ലുക്കും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സൂപ്പർ സ്റ്റാറിന്റെ ഒരു അഹങ്കാരഭാവവും അതും ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ക്യാരക്ടറിനൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് സെക്കൻഡ് ഹാഫിലോട്ട്. ആ ക്യാരക്ടർ ആർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. ഭയങ്കര കളർഫുൾ ആണ്. വിഷ്വൽസ് ആയാലും സിനിമാറ്റോഗ്രഫി ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇത് സിംഗ് സൗണ്ട് ആണെന്ന് തോന്നുന്നത്, അതും നന്നായി വന്നിട്ടുണ്ട്. പിന്നെ പാട്ടുകളും BGM-ഉം അടിപൊളിയാണ്. ഇടയ്ക്കൊരു സുഷിൻ ശ്യാമിന്റെ ടച്ച് തോന്നിയായിരുന്നു. ഒരു കിടിലം പടമാണ്. പിന്നെ ബാലു വർഗീസ് അടിപൊളിയായിരുന്നു. സുരേഷ് കൃഷ്ണ പിന്നെ സൗബിനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സീനുള്ളെങ്കിലും ഭാവനയും നന്നായിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ ചന്തു നല്ലായിരുന്നു. കിടിലം പടം, ഒരു എന്റർടൈനറാണ്. സെക്കൻഡ് ഹാഫ് ഇത്തിരി ലെങ്ത്തുള്ള പോലെ തോന്നിയെങ്കിലും അടിപൊളിയായിരുന്നു. കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ലാഗൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ഒക്കെ പറക്കണായിരുന്നു. അതായത് ഇതിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ അടിപൊളിയാണ്. എന്റർടൈനറാണ്, കിടിലനാണ്. അതായത് നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ അടിപൊളിയായ ഒരു എന്റർടൈനറാണ്. ടോവിനോന്റെ പെർഫോമൻസ് കിടിലനായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. ആ ലുക്കും ഇതിനകത്തൊക്കെ എല്ലാവരുടെയും കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. നമുക്ക് ഒരു സ്ഥലത്തും ബോറടിക്കില്ല. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫൈറ്റ് ഉണ്ട്. അതിന്റെ തല്ലുമാലയെ പോലത്തെ അത്ര പവർഫുൾ ഫൈറ്റ് ഒന്നുമില്ല, എന്നാൽ ആ ഫൈറ്റ് കൊറിയോഗ്രാഫി നല്ല രസമുണ്ടായിരുന്നു. ആ സീക്വൻസ് ഒക്കെ നല്ലതായിരുന്നു. ഓവറോൾ ഒരു എന്റർടൈനറാണ്. തിയേറ്ററിൽ വന്ന് കാണാവുന്ന ഒരു എന്റർടൈനർ. കിടിലനായിട്ടുണ്ട്. ടോവിനോ അടിപൊളിയായിരുന്നു. ടോവിനോന്റെ പെർഫോമൻസ് കിടിലനായിരുന്നു. ആ ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടറിന്റെ ഓരോ ട്രാൻസിഷനും പുള്ളിയുടെ ഇതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ട്. ഇമോഷണൽ സീൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ അനൂപ് മേനോന്റെ ഒരു ക്ലൈമാക്സിലോട്ട് തന്നെ പോർഷൻ ഉണ്ട്, അതും അടിപൊളിയായിട്ടുണ്ട്.